വയനാട്ടിൽ ഇന്നലെ രാത്രിയും കനത്ത മഴ തന്നെയായിരുന്നു. പല ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ കൽപ്പറ്റയിൽ നിന്ന് മണിയങ്കോട് വഴി കോട്ടത്തറയിലേക്ക് വരുന്ന റോഡാണിത്. കളരിപ്പൊയിൽ ഭാഗത്താണ് ഇത്തരത്തിൽ റോഡിൽ വെള്ളം കയറി കിടക്കുന്നത്. ഇതിലെ ഇപ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല. ഇവിടെ നിന്ന് കമ്പളക്കാട് വണ്ടിയാമ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന റോഡിലും വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ അതിലൂടെ ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അല്പസമയം കൂടി കഴിഞ്ഞാൽ ഇതിലെയുള്ള ഗതാഗതവും തടസ്സപ്പെടും. ഇത്തരത്തിൽ ഗ്രാമീണ മേഖലയിലൊക്കെ പുഴയോട് ചേർന്ന് കിടക്കുന്ന, ഇവിടെ അടുത്തുള്ള പുഴയിൽ നിന്നാണ് ഈ വെള്ളം കയറിയത്. പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒന്നും അങ്ങനെ തുറന്നിട്ടില്ല. ബത്തേരിയിലാണ് കല്ലൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ഏതാനും ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. അവിടുത്തെ ഉന്നതിയിൽ താമസിച്ചിരുന്ന കുടുംബങ്ങളെയാണ് ഇന്നലെ രാത്രി മാറ്റിപ്പാർപ്പിച്ചത്. മറ്റെവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടില്ല. വയനാടിന്റെ പടിഞ്ഞാറൻ മേഖലയിലാണ് ഏറ്റവും ശക്തമായ മഴ പെയ്യുന്നത്. ബാണാസുര സാഗർ ഡാമിന് അടുത്തുള്ള കാപ്പിക്കളത്ത് അതിതീവ്ര മഴ രേഖപ്പെടുത്തി. 221 മില്ലിമീറ്റർ മഴയാണ് ഇന്ന് രാവിലെ അവസാനിച്ച 24 മണിക്കൂറിൽ അവിടെ രേഖപ്പെടുത്തിയത്. പടിഞ്ഞാറ് ഭാഗത്ത് പൊഴുതന, വൈത്തിരി പഞ്ചായത്തുകളിലും തൊണ്ടർനാട് പഞ്ചായത്തിലും കനത്ത മഴ തുടരുകയാണ്. എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയിട്ടുമുണ്ട്.